നമസ്കാരം. രാജ്യത്തെ മതപരിവർത്തന നിരക്ക് ഈ നിലയ്ക്ക് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഒരു ദിവസം ന്യൂനപക്ഷമായി മാറും എന്നുള്ള ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് ആരോപിച്ചു നൽകിയ ഹർജിയിൽ വാദം കേൾക്കവെയായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്നും ഈ നിരീക്ഷണം ഉണ്ടായത്. ധനസഹായവും ക്ഷേമ പദ്ധതികളും കാണിച്ച് ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് എന്നുകൂടി കോടതി പറയുന്നു. മതസഭകളിലെ ഇപ്പോഴത്തെ ഈ പ്രവണത അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനസംഖ്യയും ഉടൻ തന്നെ ന്യൂനപക്ഷമായി മാറും. പൗരന്മാരെ മതം മാറ്റുന്ന ഇത്തരം പ്രവണതകൾ മതസഭകൾ ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്നുകൂടി ജസ്റ്റിസ് രോഹൻ രഞ്ജൻ അഗർവാളിന്റെ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. ഉത്തർപ്രദേശിൽ ഉടനീളം SC/ST വിഭാഗത്തിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിൽപ്പെട്ട ആളുകളെയും ഒക്കെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് എന്നത് നിരവധി കേസുകളുടെ പശ്ചാത്തലത്തിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി കോടതി പറഞ്ഞിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പരാമർശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മതപരിവർത്തനങ്ങൾ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്നുകൂടി കോടതി പറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 25 മതം ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതിൽ ഒരു മതം പ്രോത്സാഹിപ്പിക്കാനുള്ള അവകാശവും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ മതപരിവർത്തനത്തെ അംഗീകരിക്കുന്നില്ല. പ്രചരണം എന്ന വാക്കിന്റെ അർത്ഥം പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമാണ്. എന്നാൽ അതിന്റെ അർത്ഥം ഒരാളെ അവന്റെ മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയല്ല എന്നുകൂടി അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും കോടതിയുടെ ഈ നിരീക്ഷണം ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിൽ തലക്കെട്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഭൂരിപക്ഷം ഉടൻ തന്നെ ന്യൂനപക്ഷമായി മാറിയേക്കും എന്നുള്ള ഒരു നിരീക്ഷണം അതിന് വളരെയധികം പ്രസക്തിയുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്, ഗൗരവതരമായി തന്നെ കാണേണ്ട വിഷയം കൂടിയാണ്. നിലവിൽ എന്തായാലും ഈ ഒരു ചർച്ചകൾ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിൽ അടക്കം ഇടം പിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.